السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് പറയുന്നു, സഹായം തേടുന്നതിനെ സംബന്ധിച്ച് ഓർമ്മ വെക്കേണ്ട ഒരു കാര്യം, സഹായിക്കാൻ ഏറ്റവും അർഹൻ അള്ളാഹു മാത്രമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ആരുടെയെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ അത് അള്ളാഹുവിന്റെ സത്ത മാത്രമാണ്. യഥാർത്ഥ നിലയിൽ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവനാണവൻ, അതിന് ശക്തിയുള്ളവനാണ്, അവൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസി എപ്പോഴും ഇതിനെ തന്റെ മുമ്പിൽ വെക്കേണ്ടതാണ്. അത് സ്വകാര്യ ആവശ്യത്തിനായാലും ശരി, ആ സഹായം തേടൽ ജമാഅത്തെ ആവശ്യത്തിനായാലും ശരി. എന്നാൽ പ്രായോഗികമായി നാം കാണുന്നത് ഇത് ഇത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന കാര്യമായിട്ടും പൊതുവെ ജനങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. വേണ്ട ശ്രദ്ധ ഇതിലേക്ക് നൽകുന്നില്ല. നമ്മിൽ പലരും അള്ളാഹു അനുഗ്രഹിച്ചു, എന്റെ ആവശ്യം നിവൃത്തിയായി എന്നൊക്കെ പറയുന്നവരാണെങ്കിലും അവർ ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് തന്റെ നഫ്സിനെ പരിശോധിച്ചാൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്ന വിവിധ മാർഗങ്ങളെ, അവരുടെ പ്രവൃത്തി പൂർത്തിയാകുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യം നിവർത്തിക്കപ്പെടുന്ന മാർഗങ്ങളായി കരുതുകയാണ് ചെയ്യുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഇതിനെ ഉദാഹരിച്ചുകൊണ്ട് വിവിധ സന്ദർഭങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതിൽ മനുഷ്യന് വിചാരിക്കുന്നത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ സ്വന്തം കഴിവുകൊണ്ടോ ആണ് അവൻ തന്റെ ലക്ഷ്യം കരസ്ഥമാക്കുന്നത് എന്നാണ്. പൊതുവെ ആദ്യമായി അവനുണ്ടാകുന്ന അവസ്ഥയിൽ അവൻ മനസ്സിലാക്കുന്നത് താൻ സ്വയം തന്നെ
തന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കുമെന്നാണ്. उन्हें अपनी ताकत, अपने इल्म അവർക്ക് തങ്ങളുടെ ശക്തിയിലും ജ്ഞാനത്തിലും पूरी कर भी യുക്തിയിലും ആ ആവശ്യങ്ങൾ പൂർത്തിയാക്കുകയും लेता। देखो ചെയ്യുന്നു. मैंने अपनी काबिलियत और ताकत और कुव्वत से അവർ തങ്ങളുടെ ശക്തി കൊണ്ടും അവരുടെ ജ്ഞാനം കൊണ്ടും इस बात യുക്തി കൊണ്ടും ആ ആവശ്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. कि मैं किसी से നോക്കൂ, मदद नहीं लेता, या मैंने ഞാൻ എന്റെ കഴിവും ശക്തിയും കൊണ്ട് दफा ऐसे हालात आ जाते हैं എന്റെ പ്രശ്നങ്ങൾ जब वो സ്വയം പരിഹരിച്ചിരിക്കുന്നു എന്നവർ കരുതുകയും ചെയ്യുന്നു. और അതിലവർ അഹങ്കരിക്കുകയും ഊറ്റം കൊള്ളുകയും ചെയ്യുന്നു. तब उसकी എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, चीजों और अपने അല്ലെങ്കിൽ ഞാൻ ആരുടെയും സഹായം സ്വീകരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ ചിലപ്പോൾ उसकी मदद कर भी അവന് തന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളും ഉണ്ടാകുന്നു. उसे ख्याल आता है അവന് ബാഹ്യമായ സഹായത്തിന്റെ ആവശ്യം നേരിടുന്നു. അപ്പോൾ അവന്റെ ശ്രദ്ധ തന്റെ പ്രിയപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും അടുത്തേക്ക് തിരിയുന്നു. पूरी न कर सकता। അവരുടെ സഹായം തേടുന്നു. फिर बाज दफा അവർ അവനെ സഹായിക്കുകയും ചെയ്യുന്നു. पैदा हो जाती है कि इंसान के ബന്ധങ്ങളും വളരെ നല്ലതാണെന്ന ചിന്ത അപ്പോൾ അവനുണ്ടാകുന്നു. रिश्तेदार എന്നെന്റെ ഈ ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ या उसे काम नहीं आ सकते, എനിക്ക് എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധ്യമാകുമായിരുന്നില്ല എന്നവൻ വിചാരിക്കുന്നു. तब वो नजर दौड़ाता है। ചിലപ്പോൾ അവന്റെ കുടുംബവും नजर അവന്റെ അടുത്ത ബന്ധുക്കളും अपने दोस्त अहबाब അവന് പ്രയോജനപ്പെടാത്ത സന്ദർഭങ്ങളും ഉണ്ടാകുന്നു. मिलने वालों पर पड़ती है जो അല്ലെങ്കിൽ उसके ख्याल में उसकी അവർ അവനെ സഹായിക്കാത്ത അവസരങ്ങൾ ഉണ്ടാകുന്നു. उनसे അപ്പോൾ അവന്റെ ശ്രദ്ധ वो मदद कर भी देते हैं തന്റെ സുഹൃത്തുക്കളിലേക്ക് പതിയുന്നു. कि दोस्त अहबाब भी अच्छे होते हैं जो തന്റെ പരിചയക്കാരിലേക്ക് പതിയുന്നു. അവർ സഹായിക്കുമെന്ന് അവൻ കരുതുന്നു. അവരിൽ നിന്ന് സഹായം സ്വീകരിക്കുകയും അവർ സഹായിക്കുകയും ചെയ്യുന്നു. जब दोस्तों के पास जाए അപ്പോൾ അവൻ മനസ്സിലാക്കുന്നു സുഹൃത്തുക്കളും വളരെ നല്ലവരാണ് എന്ന്. വേണ്ട സമയത്ത് അവരെ കൊണ്ട് പ്രയോജനമുണ്ട് എന്നവൻ വിചാരിക്കുന്നു. या उससे जान छोड़ने का बहाना हो किसी से। बहरहाल സുഹൃത്തുക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരും തങ്ങളുടെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. कि दोस्तों के बस में वो मदद होती भी नहीं, ശരിക്കുള്ള അവസ്ഥയായാലും उनकी पहुंच സുഹൃത്തിനെ ഒഴിവാക്കാനുള്ള ഒഴികഴിവാണെങ്കിലും ശരി, എന്തായാലും में അവർ അവന് പ്രയോജനപ്പെടുകയില്ല. निजामों की तरफ तवज्जो करता है इंसान, ചിലപ്പോൾ और वो सिलसिला സുഹൃത്തുക്കളുടെ കഴിവിന് അതീതമായ സംഗതികളും ഉണ്ടാകുന്നു. जिससे वो ताल्लुक रखता है അങ്ങനെ അവർക്കത് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ആ സംഗതി അവരുടെ കഴിവിനപ്പുറമായിരിക്കും. जो काम हो जाता है जब അത്തരം സമയങ്ങളിൽ മനുഷ്യൻ ചില സംഘടനകളിലേക്ക് पूरी हो जाती है, ശ്രദ്ധ തിരിക്കുന്നു. बल्कि जरूरतें पूरी होती रहती हैं। അവർ ബന്ധം സ്ഥാപിക്കുന്ന ആ സംഘടന कि सिलसिला അവരെ സഹായിക്കുന്നു. या जमात से जुड़ना भी അവന്റെ ജോലി കഴിഞ്ഞാൽ, ആവശ്യം നിവർത്തിയായാൽ वजह से सिलसिले या जमात से उसकी वाबस्तगी बढ़ जाती ചിലപ്പോൾ ആവശ്യങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കും. है। मैंने देखा है कि बाज लोगों को അപ്പോൾ അവൻ മനസ്സിലാക്കുന്നു भी लग जाती है। ഈ സംഘടനയിൽ, मैंने जमात से मदद പ്രസ്ഥാനത്തിൽ नहीं की गई, അല്ലെങ്കിൽ വ്യവസ്ഥിതിയിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് ഗുണമുള്ള കാര്യമാണ് എന്ന്. ये है ഈ കാരണം കൊണ്ട് തന്നെ പ്രസ്ഥാനവുമായി അവന്റെ ബന്ധം വർദ്ധിക്കുന്നു. हो तो तब ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, या उनकी मदद हो അവർ ഇക്കാരണം കൊണ്ട് വ്യതിചലിച്ചു പോകാറുണ്ട്. അതായത്, कि जमात ഞാൻ ജമാഅത്തിൽ നിന്ന് ഇന്ന സമയം സഹായം ചോദിച്ചിരുന്നു, കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട്. फिर എന്തായാലും की ഇതും ശരിയാണ്. मौके भी आते ചില ആളുകളുടെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, रिश्तेदार, അല്ലെങ്കിൽ അവർക്ക് സഹായം ലഭിക്കുമ്പോൾ हत्ता के बाद मजबूरियों में पाबंदियों की वजह से निजाम ജമാഅത്തുമായി ബന്ധം ശക്തമാവാനുള്ള വഴിയായി അത് മാറുന്നു. और ചില ആളുകളുടെ ജീവിതത്തിൽ അവരുടെ കുടുംബമോ സുഹൃത്തുക്കളോ ताल्लुक रखता है, ചില പ്രത്യേക കാരണങ്ങളാൽ ജമാഅത്തിനും നിസാമിനുമോ उसकी मदद ഒരു സഹായവും ചെയ്യാൻ കഴിയാത്ത അവസരവും ഉണ്ടാവാറുണ്ട്. ऐसे इंसान അയാൾക്ക് ഒരു ഉപകാരവും നൽകാനാവില്ല. कुछ होती है, बाकी सब चीजें पीछे रह जाती ആ സമയത്ത് हैं। लेकिन यूं भी देख ഗവൺമെന്റ് അയാളുടെ അടുത്തെത്തുന്നു. में
അയാളുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് അയാളെ സഹായിക്കുന്നു. वो समझ ആ അവസ്ഥയിൽ नहीं मिल रहे मुझे, അങ്ങനെ ഒരു വ്യക്തിക്ക് काम नहीं लिया जा रहा, ഗവൺമെന്റാണ് എല്ലാം लोगों का दरवाजा ആ വ്യക്തി വിചാരിക്കുന്നു. ബാക്കിയൊന്നിനും സ്ഥാനമില്ല. नहीं हमदर्दी के, ഇങ്ങനെയും കാണാറുണ്ട്. ചില സമയത്ത് और फिर ये इंसान ഗവൺമെന്റും സഹായത്തിനെത്തില്ല. उसके काम आप ही जाते हैं. എന്റെ അവകാശങ്ങൾ എനിക്ക് ലഭിക്കുന്നില്ല എന്ന് അയാൾ കരുതുന്നു. इंसान ന്യായത്തോടെ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതുന്നു. रॉ पैदा होती है, അപ്പോൾ അയാൾ ये दुनिया तक फैल जाती മനുഷ്യ സേവനത്തിനായി പ്രവർത്തിക്കുന്നവരുടെ വാതിലുകൾ മുട്ടാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള മനുഷ്യസ്നേഹികൾ है, या वो ग्रोह അയാൾക്ക് ഉപകരിക്കുന്നു. चंद लोग कामयाब हो जाते हैं अपने मकसद में, अपने मकसद മനുഷ്യസ്നേഹത്തിന്റെ വികാരം तब ഉദയം ചെയ്യുന്നു. अगर ये इंसान है അത് ലോകം മുഴുവനും വ്യാപിക്കുന്നു. कि तमाम दुनिया मिलकर ഇതേ മനുഷ്യത്വ വികാരം കാരണത്താൽ ആ വ്യക്തിയോ ആ ചെറിയ സംഘമോ വിജയിക്കുന്നു, नहीं है, തങ്ങളുടെ ലക്ഷ്യം നേടുകയും ചെയ്യുന്നു. उसका काम नहीं आ सका. അപ്പോൾ और अगर ये काम ना आती ലോകം മുഴുവനും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും और इंसाफ को हासिल करने എന്റെ സഹായത്തിനെത്തി എന്ന് അയാൾ കരുതുന്നു. से बस മറ്റാരെ കൊണ്ടും ഒരു കാര്യവും ഉണ്ടായില്ല. दुनियावी रिश्ते को जो इंसानी हमदर्दी के नाम पर ഇവരെത്തിയിരുന്നില്ലെങ്കിൽ बेकार हुआ, തന്റെ അവകാശങ്ങൾ ഒരിക്കലും നേടാൻ കഴിയില്ല എന്നും അയാൾ കരുതുന്നു. ആയതിനാൽ मुल्की और ഈ ഭൗതിക ബന്ധത്തെ മാനവീയ സ്നേഹത്തിന്റെ പേരിൽ काम कर रही हैं, അവന് സഹായം ലഭിച്ച ആ ബന്ധത്തെ അവനെല്ലാമായി മനസ്സിലാക്കുന്നു. जंगें भी लड़ती हैं, कानूनी जंगें लड़ती हैं, ഇക്കാലത്ത് മനുഷ്യാവകാശ സംഘടനകൾ बैनुल-अक़वामी दबाव डालने की कोशिश, ദേശീയവും അന്തർദേശീയവുമായ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. बाज बहुत अच्छा काम भी कर रही हैं और मुश्किल में गिरफ्तार അവകാശങ്ങൾക്കായി मदद भी करती हैं. നിയമപരമായി യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. इस बात से भी इनकार नहीं किया जा सकता. അന്തർദേശീയ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നു. ऐसा भी आता है जब ചിലർ നന്നായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. कोशिशें और तदबीरें काम आती हैं, കഷ്ടപ്പാടിൽ അകപ്പെട്ടവരുടെ സഹായത്തിനായി എത്തുന്നവരുണ്ട്. ना कौम या निज़ाम എന്നാൽ നമുക്ക് നിഷേധിക്കാനാവാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. इंसानी हमदर्दी की तंजीमें कामयाबी के जरिए അപ്പോൾ നമ്മുടെ പ്രയത്നങ്ങളും മാർഗോപാധികളും പ്രയോജനപ്പെടുകയില്ല. നമ്മുടെ ബന്ധുക്കൾ कामयाबी ഗുണം ചെയ്യില്ല, करना मुमकिन नजर आता है. സുഹൃത്തുക്കൾ പ്രയോജനപ്പെടില്ല, അന്ന് സമൂഹമോ സംഘടനയോ ഗുണം ചെയ്യില്ല, ഗവൺമെന്റോ भी अगर മനുഷ്യാവകാശ കമ്മീഷനുകളോ നമുക്ക് ഉപകാരപ്പെടില്ല, के बावजूद अपने मकसद അല്ലെങ്കിൽ അവരിൽ വിജയം കൈവരിക്കാനാവാതെ വരുന്നു. हो जाए उसे, तो वो समझता है कि मेरी कामयाबी यकीनन किसी गैबी मदद से हुई है, और जितना किसी को ഇതൊക്കെയായിട്ടും होता है മനുഷ്യൻ തന്റെ ലക്ഷ്യം നേടുകയാണെങ്കിൽ, कामयाबी को വിജയം ലഭിക്കുകയാണെങ്കിൽ अल्लाह की तरफ मंसूब करता है. അവൻ വിചാരിക്കുന്നത് हमदर्दी की तंजीमों का जिक्र हुआ, അവൻ വിജയം ലഭിച്ചത് तो इस बारे में ഒരു അദൃശ്യ ശക്തിയുടെ സഹായത്താലാണ് എന്നാണ്. मुख्तलिफ ममालिक में ഒരു അദൃശ്യ ശക്തിയുള്ള വിശ്വാസമനുസരിച്ച് फंसे हुए हैं അവൻ തന്റെ വിജയത്തെ അള്ളാഹുവിനോട് ബന്ധപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നു. कई ऐसी तंजीम മനുഷ്യ സേവനത്തെ സംബന്ധിച്ച് यूनाइटेड नेशंस की कायम करता, പരാമർശിച്ചല്ലോ. वो भी कोशिश ഇത് സംബന്ധിച്ച് അഹമ്മദികൾക്ക് വേണ്ട വിധം അറിവുള്ളവതാണ്. വിവിധ രാജ്യങ്ങളിൽ അസൈലത്തിനായി पैदा होते हैं. അഹമ്മദികൾ കുടുങ്ങിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. जब सारे ऐसे വലിയ സംഘടനകൾ, യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിച്ച സംഘടനകൾ, അവരും അനുകമ്പയോടെ പെരുമാറാൻ ശ്രമിക്കുന്നു. किसी गैबी എന്നാൽ ഭരണകൂടങ്ങൾ അവരുടെ കാര്യങ്ങൾ കേൾക്കാറില്ല. हस्ताक्षर करता है, अगर അത്തരം അവസ്ഥകളും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. मेरा काम किया, എന്തായാലും लेकिन ഇത്തരത്തിലുള്ള അവസ്ഥകളിലെല്ലാം കാര്യം നടക്കുകയാണെങ്കിൽ यकीन रखता മനുഷ്യൻ മനസ്സിലാക്കുന്നത് और ये बात ഒരു അദൃശ്യ സത്തയാണ് തന്നെ ഇതിൽ സഹായിച്ചത് എന്നാണ്. इस्तिमदाद का हक रखता है, मदद करता है, मदद दे सकता है, तो वो उस काम की कामयाबी എന്നാൽ പിന്നീട് अल्लाह ताला की അവൻ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ जो किसी അള്ളാഹുവാണ് ഇത് ചെയ്തതെന്ന് के जरिए അവന് ദൃഢമായി വിശ്വസിക്കുന്നു.
എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം പുലർത്തുന്നുവെങ്കിൽ को भी जानता അള്ളാഹു തന്നെയാണ് സഹായിക്കാൻ അർഹനായിട്ടുള്ളവനെന്നും സഹായിക്കുന്നവനെന്നും മനസ്സിലാക്കുന്നുവെങ്കിൽ कौम ബാഹ്യമായ സഹായത്താൽ പൂർത്തിയാക്കപ്പെട്ട വിജയത്തെയും അവൻ അള്ളാഹുമായി കൂട്ടിച്ചേർക്കുന്നതാണ്. वो सब ബന്ധുമിത്രാദികളും സംഘടനയും ताला नहीं സമൂഹവും ഭരണകൂടവും മനുഷ്യാവകാശ സംഘടനകളും जाहिरी ഇവരിൽ ആര് തന്നെ സഹായം നൽകിയാലും ആ സഹായം ताकतवर യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നാണെന്ന് അവൻ മനസ്സിലാക്കുന്നതാണ്. वो दुनियावी जराए को सब कुछ समझते रहते हैं और इन्हीं की तरफ ബാഹ്യമായ ആ എല്ലാ സഹായങ്ങളുടെയും പിന്നിൽ ദൈവത്തിന്റെ ശക്തിയും സഹായവുമായിരുന്നു. नजर नहीं उठती, എന്നാൽ അള്ളാഹുമായി സുദൃഢമായ ബന്ധം സ്ഥാപിക്കാത്തവർ नाकाम हो जाते हैं, അവർ ഭൗതിക മാർഗങ്ങളാണ് എല്ലാം എന്ന് കരുതുന്നത്. क्योंकि അതിലേക്കാണ് അവരുടെ ശ്രദ്ധ ഉണ്ടായിരിക്കുക. की याद आने के अलावा कोई चारा नहीं था. ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നേയില്ല. वो इस्तेमाल हो गए. എന്നാൽ ഈ എല്ലാ മാർഗോപാധികളും പരാജയപ്പെടുമ്പോൾ या अल्लाह അവർക്ക് ദൈവത്തെ ഓർമ്മ വരുന്നു. तू ही मदद कर കാരണം तो ये काम होगा. ഇനി ദൈവത്തെ ഓർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗം അവർക്കില്ല. सब तारीफें എല്ലാ ഭൗതിക മാർഗങ്ങളും അവർ ഉപയോഗിച്ചു. बस ये इस बात की भी दलील അതിനുശേഷം അവൻ പറയുന്നു, അള്ളാഹുവേ, कर रही है ये बात कि कोई बड़ी से बड़ी तदबीर നിന്റെ സഹായം കൊണ്ടേ ഈ സംഗതി നടക്കുകയുള്ളൂ. और तंजीम എല്ലാ ശക്തികളുടെയും ഉടമസ്ഥൻ നീ തന്നെയാണ്. महदूद ताकत रखती हैं എല്ലാ സ്തുതികളും നിന്റേതാണ്. और ये सब दुनियावी ताकतें और तदबीरें ആയതിനാൽ एक हद के बाद ഏത് വലിയ ഉപാധികൾക്കും और बेफायदा हो जाती സംഘടനകൾക്കും ഭരണകൂടങ്ങൾക്കുമെല്ലാം ഒരു പരിമിതമായ കഴിവേ ഉള്ളൂ എന്നതിന് है. ताला से मजबूत ताल्लुक रखते हैं, ഇത് തെളിവാണ്. ताल्लुक नहीं रखते അല്ലെങ്കിൽ ഇതിലേക്കാണ് സൂചന നൽകുന്നത്. भी सहारों. ഈ ഭൗതിക ശക്തികളും ഉപാധികളുമെല്ലാം लेकिन जब ये ഒരു പരിധിക്ക് ശേഷം നിഷ്പ്രയോജനമായി തീരുന്നു. काम हो जाते हैं तो फिर खुदा ताला की तरफ देखते हैं. ഞാൻ പറഞ്ഞിരുന്നു, लेकिन सिर्फ खुदा ताला അള്ളാഹുമായി ദൃഢബന്ധം സ്ഥാപിക്കാത്തവർ ताल्लुक ना रखने वाले അവർ ആദ്യം ഭൗതികമായ സഹായങ്ങളാണ് എല്ലാം എന്ന് മനസ്സിലാക്കുന്നു. कुरान करीम तो कहता है എന്നാൽ ഈ സഹായങ്ങൾ നിഷ്പ്രയോജനമായി തീരുമ്പോൾ പിന്നെ दहरिया और ദൈവത്തിലേക്ക് അവർ തിരിയുന്നു. बेख्तियार होकर എന്നാൽ ദൈവവുമായി ദൃഢബന്ധം വെക്കാത്തവരുടെ കാര്യം മാത്രമല്ലത്, करीम में फरमाता है कि മറിച്ച് ഖുർആൻ കരീം പറയുന്നത്, वाइजा मसकुम ज़ुर्रो फिल बहरे दल्ला ഇത്തരം നിരാശാജനകമായ അവസ്ഥയിൽ നിരീശ്വരവാദിയും इलल बर्रे മുശ്രിക്ക് പോലും സ്വയമേവ ദൈവത്തിലേക്ക് അടുക്കുന്നു. इंसानों അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വൈദാ മസ്സകുമുല്ലുറു ഫിൽ ബഹരി वाइजा मसकुम വല്ല മൻ തദഊന ഇല്ലാ ഇയ്യാഹ तुम्हें समुद्र में ഫലമ്മാ നജ്ജാകും ഇലൽ ബർരി അഅറൽതും तो उसके सिवा വകാനൽ ഇൻസാനു കഫൂറ. बुलाते हो साथ छोड़ जाती है और फिर जब वो तुम्हें खुशकी की അതായത് तरफ ले जाता है സമുദ്രത്തിൽ വെച്ച് നിങ്ങളെ വിപത്ത് ബാധിക്കുന്നതായാൽ അവനൊഴിച്ച് നിങ്ങൾ ആരെയെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാം നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരാവും. मुश्किलात में तो എന്നാൽ നിങ്ങളെ അവൻ സുരക്ഷിതരായി കരയിലെത്തിച്ചാൽ അവനിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞുകളയുന്നു. भूल जाते हो. ये വാസ്തവത്തിൽ മനുഷ്യൻ മഹാകൃതജ്ഞനാണ്. निहायत आजिज़ी से अल्लाह ताला की तरफ झुकते हैं और दूसरे सारे मददगारों को ആയതിനാൽ കൊടുങ്കാറ്റിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസ്ഥകളിൽ दुआ करते हैं. അള്ളാഹുവിനെ വിളിക്കാൻ തുടങ്ങുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അള്ളാഹുവിനെ അവർ മറക്കുന്നു. ഇത് മനുഷ്യപ്രകൃതമാണ്. तो वो हम സങ്കീർണാവസ്ഥകളിൽ खुदा ही പ്രയാസഘട്ടങ്ങളിൽ नजरिया समझें. വളരെ വിനയത്തോടെ അവൻ അള്ളാഹുവിന്റെ മുമ്പാകെ കുനിയുന്നു. उसे ही മറ്റെല്ലാ സഹായികളെയും മറക്കുകയും ചെയ്യുന്നു. खतरे के खत्म होते ही അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. दुनियादारी അതായത് तकब्बुर അവർക്ക് ഈ ക്ലേശഭരിതമായ അവസ്ഥയിൽ നിന്ന് രക്ഷ കിട്ടിയാൽ बस അവർ എപ്പോഴും इंतहाई नाशुक्रा. ദൈവത്തെ സഹായമാർഗമെന്ന് കരുതുന്നതാണ്. देखें अल्लाह ताला का रहम किस कदर वसी है അവനെ തന്നെ വിളിക്കുന്നതാണ്. कि बावजूद എന്നാൽ അപകടം നീങ്ങിപ്പോയാലോ कि खुशकी ഭൗതികേച്ഛയും അഹങ്കാരവും खुदा ताला അവരിൽ വീണ്ടും ഉടലെടുക്കുന്നു. ये आजिज़ी और ആയതിനാൽ और इस्तरार जो है മനുഷ്യൻ അങ്ങേയറ്റം നന്ദിയില്ലാത്തവനും സ്വാർത്ഥനുമാണ്.
നോക്കുക, फिर भी അള്ളാഹുവിന്റെ കാരുണ്യം എത്രമാത്രം വിശാലമാണ്. इस्तरार की हालत की दुआओं को सुनते हुए उन्हें बचा लेता है. മനുഷ്യൻ കരയിലെത്തിയാൽ लोग कहते हैं അള്ളാഹുവിനോട് മല്ലിടും, अल्लाह ताला അവൻ അള്ളാഹുവിൽ നിന്ന് അകലും. हज़रत मुस्लिम मऊद रज़ियल्लाहु अन्हु ഇവൻ എന്നെ ഒഴിവാക്കി പോകും. ഇവന്റെ എളിമയും താഴ്മയുമൊക്കെ താൽക്കാലികമാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും वाकया അവന്റെ ഭയവിഹ്വലമായ അവസ്ഥയിലെ ആ ദുആ കേട്ടുകൊണ്ട് के बारे में അവനെ രക്ഷപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. नहीं मानते. എന്നിട്ടും ജനങ്ങൾ പറയുന്നത് ദൈവം നൗദുബില്ല ലാലിമാണ് എന്നാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് അൻഹു इस्लाम के जमाने में जब हज़रत मुस्लिम ने पेशगोई फरमाई ज़लज़ले की और बड़ा ദൈവവിശ്വാസമില്ലാത്തവരും उस वक्त എന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരുടെ നാവിൽ നിന്ന് ദൈവനാമം ഉതിർന്നു വീഴുന്നവരുടെ ഒരു സംഭവം अल्लाह ताला की हस्ती के बारे में बहस किया करता था, മുസ്ലിം മൗദ് അൻഹു വിവരിക്കുന്നുണ്ട്. बल्कि इस्तेज़ा की हद तक चला जाता था. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് वो जिस ഭൂകമ്പം ഉണ്ടാകുമെന്ന് പ്രവചനം ചെയ്തതനുസരിച്ച് ഭൂകമ്പം ഉണ്ടായപ്പോൾ ആ സമയത്ത് ലാഹോർ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി गिरने से छत को गिरने से बचा नहीं सकती. അയാൾ എന്നും തന്റെ സഹപാഠികളോടൊപ്പം ദേവാസ്തികത്തെക്കുറിച്ച് തർക്കത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. എന്നല്ല, പരിഹാസത്തിന്റെ വക്കിൽ വരെ എത്താറുണ്ടായിരുന്നു. निकल गया. ഭൂകമ്പം ഉണ്ടായപ്പോൾ अगले दिन തന്റെ മുറിയുടെ മേൽക്കൂര വീഴാൻ പോവുകയാണെന്ന് അയാൾക്ക് തോന്നി. तुम तो मानते ഒരു नहीं, ശക്തിക്കും तो राम राम को शोर तूने मचा दिया उस हालत में. അതിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ സാധ്യമല്ലെന്ന് അയാൾക്ക് ഉറപ്പായി. राम खुदा അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നതിനാൽ लगा സ്വയമേവ അയാൾ റാം റാം എന്ന് പറഞ്ഞുപോയി. അടുത്ത ദിവസം അയാളുടെ സഹപാഠികൾ അയാളോട്, कि നിനക്ക് ആ സമയത്ത് എന്തു പറ്റി? अकल ने काम നീ ദൈവവിശ്വാസിയല്ലല്ലോ, പിന്നെ റാം റാം എന്ന് ബഹളം വെക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. तमाम दुनियावी सहारे उसकी नजरों से ഹിന്ദുക്കൾക്ക് റാം ദൈവമാണ്. तो उसे एक ही അയാൾ പറഞ്ഞു, എനിക്കറിയില്ല എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന്. मालिक है. അന്നേരം എന്റെ ബുദ്ധി മരവിച്ചിരിക്കാം. के अलावा യഥാർത്ഥത്തിൽ ആ സമയത്ത് അയാളുടെ ബുദ്ധി തന്നെയാണ് പ്രവർത്തിച്ചത്. इंसान को दूसरे जराए എല്ലാ ഭൗതിക സഹായങ്ങളും മറഞ്ഞപ്പോൾ उनसे काम बनता रहता है. അയാൾക്ക് ഒരേയൊരു സഹായിയെ മാത്രമാണ് ഓർമ്മ വന്നത്, तो जो देता എല്ലാ ശക്തികളുടെയും യജമാനനായ ആ ദൈവത്തെ. और जब तक दूसरे असबाब नजर न आए ദൈവമല്ലാതെ മറ്റൊരു സഹായിയെയും അയാൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. ആയതിനാൽ जब तक वो മനുഷ്യന്റെ മുമ്പിൽ മറ്റു മാർഗങ്ങൾ കാണുമ്പോൾ पर यकीन അവയെ മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്നു. या उस वक्त जब तक वो दूसरे असबाब नजर आते रहें അവയിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നു. वो उन असबाब ഏതുവരെ മറ്റു മാർഗോപാധികൾ കാണുന്നില്ലയോ करने में लगा रहता है. काम करवाने के लिए बिला वजह खुशामद को इंतहा तक पहुंचाने के लिए അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാകുന്നതുവരെ एक गुनाह. അവൻ ആ മാർഗങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. लेकिन जब कोई नजर ना आए तो खुदा ताला को पुकारता है. കാര്യസാധനത്തിനു വേണ്ടി മുഖസ്തുതിയും जाए മറ്റുള്ളവരെ കുറ്റം പറയലും ശീലമാക്കുന്നു. काम न कर सके അങ്ങനെ പാപത്തിന് ശേഷം പാപം ചെയ്തുകൊണ്ടേ പോകുന്നു. फिर अल्लाह ताला को എന്നാൽ ഒന്നും കണ്ടില്ലെങ്കിൽ പിന്നെ ताला की ദൈവത്തെ വിളിക്കാൻ തുടങ്ങുന്നു. उसके सामने എല്ലാ ഭാഗത്തു നിന്നും നിരാശയുണ്ടാകുമ്പോൾ, ബാഹ്യമായ ഒരു മാർഗവും ഉപകാരപ്പെടാതിരിക്കുമ്പോൾ ദൈവത്തിലേക്ക് അവൻ ശ്രദ്ധ തിരിയുന്നു. जंग अजीम अव्वल का सुनाया करते थे, बल्कि खुद भी फरमाया कि मैं कई मरतबा सुना चुका हूँ कि അവനെ വിളിക്കുന്നു, एरिया भी അവനെ സ്തുതിക്കുകയും അവന് മുമ്പിൽ തന്റെ പരിതാപകരമായ അവസ്ഥ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. जंग अजीम में उन्हें ഇതുപോലെ മറ്റൊരു സംഭവവും अपनी तमाम ताकत जमा करके ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് കേൾപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം സ്വയം തന്നെ പറയുകയുണ്ടായി, ഞാൻ പലവട്ടം ഇത് മുമ്പും കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. फौजों पर അതായത് ഇത്തരം അവസ്ഥകളിൽ നിരീശ്വരവാദി പോലും ദൈവത്തിൽ വിശ്വസിക്കുന്നു. സംഭവം ഇപ്രകാരമാണ്. दिफाई लाइन ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് 1918 ജർമ്മനി गया തന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് സഖ്യകക്ഷികളെ ആക്രമിച്ചു. और इसमें इतना खला पैदा हो गया ആ സമയത്ത് बीच में ബ്രിട്ടീഷ് പട്ടാളത്തിന് അല്ലെങ്കിൽ സഖ്യകക്ഷികൾക്ക് തികച്ചും കുടുങ്ങിപ്പോയ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. और अंग्रेज 7 മൈൽ നീളമുള്ള പ്രതിരോധ നിര നശിക്കുകയുണ്ടായി. उस वक्त मुआज സൈന്യം പല ഭാഗങ്ങളിലായി ചുരുങ്ങാൻ തുടങ്ങി. उसने कमांडर इन चीफ को इतला दी कि
मेरे पास इतनी फौज नहीं है, ജർമ്മൻ സൈന്യത്തിന് പിന്നിലൂടെ വന്ന് എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള വിടവ് സൈന്യത്തിൽ സംജാതമായി. सफ को दुरुस्त करना अब मेरे അങ്ങനെയായാൽ ബ്രിട്ടീഷ് സൈന്യം നശിച്ചുപോകുമായിരുന്നു. ആ സമയത്ത് യുദ്ധഭൂമിയിലെ ജനറൽ समझते थे അദ്ദേഹം കമാൻഡർ ചീഫിനെ അറിയിച്ചു, എന്റെ അടുത്ത് ഇപ്പോൾ പട്ടാളമില്ല, അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. में जब कमांडर മുറിഞ്ഞുപോയ इंतहाई ആ നിര ശരിയാക്കാൻ എനിക്കാവില്ല. कि बस अब तबाही आई कि आई, തന്റെ സൈന്യം तो जब तुम कमांडर की इताअत നാശത്തിന്റെ വക്കിലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഘട്ടമായിരുന്നു അത്. खुदरा के साथ मीटिंग में बैठा था, യൂറോപ്പിൽ ഫ്രാൻസിന്റെ പൊടി പോലും അവശേഷിക്കുകയില്ല. ആ ഘട്ടത്തിൽ लाभ पहुंची, കമാൻഡറുടെ കമ്പി വന്നപ്പോൾ, याद उन कर ही क्या सकता था, നിസ്സഹാവസ്ഥയുടെ ആ കമ്പി സന്ദേശം വന്നപ്പോൾ, कोई जायद मौजूद नहीं थी, ആ സമയത്ത് और अगर होती भी तो इतनी जल्दी उस जगह फौज भेजी नहीं. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരോടൊപ്പം मौत फरमाते हैं വളരെ പ്രധാന മീറ്റിംഗിലായിരുന്നു. मजहब बेशक ईसाइयत है, അവിടെ കൂടിയാലോചന നടത്തുകയായിരുന്നു. उसे अंदर से ആ സമയത്ത് കമ്പി വന്നപ്പോൾ छानबीन की जाए പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാനാണെന്ന് കഴിയുക? और अमलन ഒന്നാമതായി സൈന്യം അവിടെ ഉണ്ടായിരുന്നില്ല. मादा ഇനി ഉണ്ടെങ്കിൽ തന്നെ സൈന്യത്തെ എത്രയും വേഗം അയക്കാനും സാധ്യമല്ല. तो अब ഹസ്രത്ത് മുസ്ലിം മൗദുൽ തലാൻഹു പറയുന്നു, യൂറോപ്പിലെ മതം क्या होने का. തീർച്ചയായും ക്രിസ്തുമതമാണെങ്കിലും അവരുടെ ഉള്ളിൽ बहरहाल ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ मादा ആ പൊള്ളയായ जिसकी ഒന്നായിട്ട് നമുക്ക് അവിടെ വിശ്വാസത്തെ കാണാൻ സാധിക്കുന്നതാണ്. थी अपने वसाइल पर उनको बड़ा പ്രായോഗികമായി അധികം പേരും ഭൗതികവാദികളും നിരീശ്വരവാദികളുമാണ്. जो हुकूमत कर रहा हो ഇക്കാലത്താണെങ്കിൽ 80% ആളുകൾ തങ്ങൾ നിരീശ്വരവാദികളാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. എന്തായാലും ആ കാലഘട്ടത്തിലെ खुदा ताला का ഭൗതികവാദിയായ യൂറോപ്പ് काम का ही होता है उनमें. അതൊരിക്കലും ദൈവത്തിലേക്ക് ദൃഷ്ടി പായിച്ചിട്ടില്ല. सबसे बड़े തങ്ങളുടെ സൗകര്യങ്ങളിൽ അവർ ഊറ്റം കൊള്ളുകയായിരുന്നു. ताकत और कुव्वत അങ്ങനെയുള്ള സമൂഹത്തിന് ഭരണം ലഭിക്കുകയാണെങ്കിൽ में मस्त തങ്ങളുടെ ശക്തിയിൽ ഊറ്റം കൊള്ളുക സ്വാഭാവികം മാത്രമാണ്. जीत जाएंगे. उसने भी महसूस किया പേരിന് മാത്രമുള്ള കോളമേ അവർ ദൈവത്തിനായി നൽകിയിരുന്നുള്ളൂ. जो हमें इस मुसीबत से निजात അവരുടെ ശക്തിയിലും മഹത്വത്തിലും ലയിച്ച് ജീവിച്ചിരുന്ന അവരുടെ അന്നത്തെ പരമോന്നത നേതാവിന് ഉറപ്പുണ്ടായിരുന്നു തങ്ങളുടെ സൈന്യം വിജയിക്കുമെന്ന്. कि वो हमारी मदद करे. ആ നേതാവിന് പോലും सब ആ സന്ദർഭത്തിൽ വരെ തോന്നുകയുണ്ടായി, ഇപ്പോൾ ബാഹ്യമായ ഒരു സഹായവും പ്രതീക്ഷിക്കാനില്ല എന്ന്. क्या ताज्जुब है कि वो इस दुआ के नतीजे ഈ മുസീബത്തിൽ നിന്ന് ആരും നമ്മെ രക്ഷപ്പെടുത്താനില്ല. बस जैसा कि मैंने അദ്ദേഹം തന്റെ കൂടെയുള്ളവരെ നോക്കി എന്നിട്ട് പറഞ്ഞു, मुश्किल वक्त में വരൂ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, तुम्हारा साथ छोड़ जाती है. ദൈവമേ अल्लाह ताला ഞങ്ങളെ സഹായിച്ചാലും. ये जो साथ रहती അങ്ങനെ എല്ലാവരും മുട്ടുകുത്തി നിന്നുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങി. അത് മുസ്ലിം മൗദുൽ തലാൻഹു പറയുന്നു, എന്തൊരു അത്ഭുതമാണ്. है, इस्तिरार में की ആ ദുആയുടെ ഫലമായി दुआएं हैं. അവർ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ ഓതിയ ഖുർആനിക വചനം പറയുന്നത് പോലെ പ്രയാസഘട്ടങ്ങളിൽ अल्लाह ताला മറ്റെല്ലാവരും കൈവിടുമ്പോൾ को भी നിങ്ങളെ തുണക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. देने के लिए അള്ളാഹു പറയുന്നു, പ്രയാസഘട്ടങ്ങളിൽ ചെയ്യപ്പെടുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നു. बात में हो ആ പ്രാർത്ഥന നിരീശ്വരവാദിയുടേതായാലും ശരി. बन जाते हैं. അള്ളാഹു कई वाकयात होते നിരീശ്വരവാദികൾക്ക് हैं. തന്റെ സത്തയെക്കുറിച്ച് അറിവ് നൽകാനായി ചിലപ്പോൾ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാറുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ആ അടയാളം അവന്റെ പരലോക ജീവിതം മനോഹരമാക്കി തീർക്കാൻ കാരണമായേക്കാം. ഇക്കാലത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. जमात का मुकाबला അടയാളം കണ്ടുകൊണ്ട് നിരീശ്വരവാദി ദൈവത്തിൽ വിശ്വസിക്കുന്നു. इस्तिरार की हालत में दुआएं कर रहा हो ആ नहीं होती. ഇനി ആരെങ്കിലും दुआ अल्लाह ताला की ഏതെങ്കിലും നബിയോടോ के खिलाफ है. നബിയുടെ പ്രസ്ഥാനത്തോടോ പോരിനിറങ്ങുകയാണെങ്കിൽ उसके अंदर ആ വ്യക്തിയുടെ ദുആ कामयाब होना. അത് എത്രമാത്രം പ്രയാസഘട്ടങ്ങളായിരുന്നാലും ശരി बहरहाल അത് സ്വീകരിക്കപ്പെടുകയില്ല. और इंग्लिस्तान की लड़ाई കാരണം ഈ ദുആ एक ही जैसे थे. അള്ളാഹുവിന്റെ വിധിയായ अल्लाह ताला ने एक തന്റെ പ്രവാചകന്മാർ വിജയിക്കുക തന്നെ ചെയ്യും എന്നതിന് എതിരാണ്. सामान पैदा हुए. എന്തായാലും उन फौज को खबर ना हो सकी और उनके सामने ജർമ്മനിയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധത്തിൽ चुकी है. രണ്ട് കക്ഷികളും ഒരുപോലെയുള്ളവരായിരുന്നു. इस वजह से उन्होंने അതുകൊണ്ട് അള്ളാഹു താല ഒരു കൂട്ടരുടെ വിജ്ഞാനിതമായ ദുആ സ്വീകരിച്ചു. बहरहाल കാര്യങ്ങൾ അനുകൂലമായി. इसका ये भी वाकया है ജർമ്മൻ പട്ടാളത്തിന് വിവരം ലഭിച്ചില്ല. कि जर्मनों को पता नहीं चला.
അവർ പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന വിവരം ലഭിക്കുകയുണ്ടായില്ല. जंग का पासा അതുകൊണ്ട് അവർക്ക് ലൈനിന്റെ തകർച്ചയിൽ നിന്ന് പ്രയോജനമൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഇങ്ങനെയും ഒരു വിവരണമുണ്ട്. काम का आदमी है और कोई യുദ്ധത്തിന്റെ വിജയം ജർമ്മൻ പക്ഷത്തേക്ക് വരാതിരുന്നത് मैदान അവർക്ക് വിവരം ലഭിക്കാതിരുന്നത് കൊണ്ടല്ല, फौज वहां है, മറിച്ച് സേനാധിപൻ തനിക്ക് വളരെ വിശ്വസ്തനായ रास्ता ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് अब जाओ और कोई इंतजाम करो, അധികം ചോദ്യമൊന്നും വേണ്ട, इतना कुसाफबंदी हो ഇതാണ് യുദ്ധക്കളത്തിന്റെ അവസ്ഥ, അവിടെ കാര്യമായി സൈന്യമൊന്നുമില്ല, എല്ലാം തകർന്നിരിക്കുകയാണ്, जाए। चीफ से ये सवाल करता വഴിയിൽ തടസ്സമില്ല, എല്ലാം ശൂന്യമാണ്, പോയി എന്തെങ്കിലും ഏർപ്പാട് ചെയ്യുക. कि सफ जोड़ी जा सके जबकि फौजें इधर उधर हो चुकी ആ ഉദ്യോഗസ്ഥൻ സൈന്യം തകർന്ന് അങ്ങിങ്ങായി ചിന്നിച്ചിതറിയ അവസ്ഥയിൽ അവരെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടി കാര്യങ്ങൾ നേരെയാക്കുക, फौजी कारकुन ഇതൊക്കെ എങ്ങനെ സാധ്യമാകും जरूरियात पूरी करने എന്നൊക്കെ തിരിച്ചു ചോദിക്കാതെ നേരെ വണ്ടിയിൽ കയറി സൈന്യത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പ്രവർത്തിക്കുന്നവരുടെ അടുത്തെത്തി. के लगा कि तुम्हें मुल्क की खिदमत അയാൾ അവിടെ പോയി होता था അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പറഞ്ഞു, और फौज को लड़ते നിങ്ങൾക്ക് രാജ്യസേവനത്തിൽ അതിയായ താല്പര്യമുണ്ടായിരുന്നു. दिल में तमन्ना पैदा സൈന്യം യുദ്ധം ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ആവേശമുണ്ടാകുന്നു. तो आओ आज मौका है। നാമും രാജ്യത്തിന് സേവനം ചെയ്യണമെന്ന് ആഗ്രഹം ജനിക്കുന്നു. मसला था उन्हें दिया വരൂ, ഇന്ന് അവസരമുണ്ട്, उन थे, മുന്നോട്ട് വരൂ. उनको ले गया और वहां खड़ा कर ആയിരക്കണക്കിനുള്ള ഉദ്യോഗസ്ഥരെ അയാൾ കൂട്ടിക്കൊണ്ടുപോയി इस तरह 24 घंटे യുദ്ധക്കളത്തിൽ കൊണ്ടു നിർത്തി. और इस अरसे में दूसरे അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞു. वहां पहुंच गई। ഈ സമയം കൊണ്ട് ബാക്കി ഭാഗത്തു നിന്ന് സൈന്യം ഏകോപിച്ച് അവിടെ എത്തുകയുണ്ടായി. लोग भी എന്തായാലും പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, जब कोई सहारा नजर ना ലൗകികരായ ആൾക്കാരും आला മറ്റൊരു പോംവഴിയും കാണാതെ വരുമ്പോൾ तदबीर तो है अपनी जगह जो होती അള്ളാഹുവിന്റെ സഹായത്തിന്റെ കോന്തൽ പിടിക്കാൻ ശ്രമിക്കുന്നു. है, जो मादा परस्त വിധി അതിന്റെ വഴിക്ക് തന്നെ നടക്കുന്നു. जब ऐसे नजारे दिखाते हैं तो जिन ഭൗതികവാദികളായ ആളുകൾ ഇങ്ങനെയുള്ള അവസ്ഥ പ്രകടമാക്കുമ്പോൾ ही खुदा ताला की तरफ തങ്ങളുടെ നടപ്പും കിടപ്പും ഇരപ്പുമെല്ലാം और होना चाहिए, അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് അവകാശപ്പെടുന്നവർ എത്രമാത്രം ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. कि हमारी नजर हर वक्त खुदा ताला की तरफ रहे। अल्लाह ताला ने हमें इसलिए दुआ सिखाई है जो हर नमाज में पढ़ने का हुक्म है। നമ്മുടെ ശ്രദ്ധ എപ്പോഴും അള്ളാഹുവിന്റെ നേർക്കായിരിക്കണം. അള്ളാഹു താല ഓരോ നമസ്കാരത്തിലും खुदा ताला की तरफ ഓരോ റക്കാത്തിലും നിർബന്ധമാക്കിക്കൊണ്ട് ദുആകൾ പഠിപ്പിച്ചത് सहारों की तरफ നമ്മുടെ നോട്ടം ഒരിക്കലും അവന്റെ ഭാഗത്തു നിന്ന് തെറ്റാതിരിക്കാനാണ്, ये न सोचें ഭൗതിക സഹായത്തിലേക്ക് ഒരിക്കലും ശ്രദ്ധിക്കാതിരിക്കാനാണ്. पहले ആദ്യം ലൗകിക സാമഗ്രികളിലേക്ക് ശ്രദ്ധിക്കുകയും ശേഷം മാത്രം അള്ളാഹുവിന്റെ നേർക്ക് തിരികുകയും ചെയ്യാതിരിക്കാനാണ്. जाहिरी तदबीर का बेशक अल्लाह ताला ने അതെ, फरमाया है, करो और करनी चाहिए। പ്രത്യക്ഷത്തിലുള്ള മാർഗോപാധികൾ നിശ്ചയമായും ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിസ്സംശയം അത് ചെയ്യേണ്ടതുമാണ്. खुदा ताला की जात पर होना चाहिए, എന്നാൽ തവക്കുൽ ये नहीं അത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ മാത്രമായിരിക്കണം. तो खुदा ताला को पुकारना शुरू कर दी, സമുദ്രത്തിന്റെ കൊടുങ്കാറ്റിൽപ്പെട്ടാൽ മാത്രമല്ല टूट गई, അള്ളാഹുവിനെ വിളിക്കേണ്ടത്. खुदा याद आया, എല്ലാം തകർന്ന് बल्कि हर नमाज की എല്ലാ ലൈനുകളും തകർന്ന് ये दुआ सिखाकर खुदा ताला അപ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരികയല്ല വേണ്ടത്. അങ്ങനെ ആവരുത്. और सिर्फ ഓരോ നമസ്കാരത്തിലും ഓരോ റക്കാത്തിലും ഈ ദുആ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്, वही या कर नस्तईन എന്റെ നേർക്ക് മാത്രമായിരിക്കണം നിന്റെ നോട്ടം. से ഈ ദുആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതാണ്. വളരെ ദീർഘമായ ഒരു ഹദീസുണ്ട്. या का അതിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, तो अल्लाह ताला ദാസൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ मेरे बंदे അള്ളാഹു പറയുന്നു, ഈ ആയത്ത് और मेरे എന്റെയും मांगा है എന്റെ ദാസന്റെയും ഇടയിലും उसे दूंगा, പങ്കുവെക്കപ്പെടുന്നതാണ്. बस എന്റെ ദാസൻ ചോദിച്ചതൊക്കെ ഞാൻ കൊടുക്കും. के നോക്കുക, ഇത് മുസ്ലിങ്ങളുടെ ഭാഗ്യമല്ലേ. नीयत की जमानत देता है, അള്ളാഹു താല लेकिन ये मुस्तकिल जमानत ദുആ സ്വീകാര്യതയുടെ വാഗ്ദാനം നൽകുന്നു. होती है जब इबादत എന്നാൽ സ്ഥിരമായ ജാമ്യം ലഭിക്കുക होकर इबादत की പരിശുദ്ധമായി കൊണ്ട് नजर रहे। ആരാധനകളിൽ സ്ഥിരമായ ശ്രദ്ധ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. दुआ जैसा कि मैंने बताया ഞാൻ പറഞ്ഞതുപോലെ उस न हो, അവസ്ഥ മോശമാകുമ്പോൾ മാത്രമല്ല ദുആ ചെയ്യേണ്ടത്. ऐसी दुआ नहीं होनी चाहिए। हमें याद रखना चाहिए ഇത് നിരീശ്വരവാദി പോലും ചെയ്യും. कि हम अहमदी हैं और हमने
जमाने के इमाम നാം അഹമ്മദികളാണെന്ന് ഓർമ്മ വെക്കണം. बैत किया നാം കാലത്തിന്റെ ഇമാമിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തവരാണ്. को खुदा ताला की रजा നാം നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ തൃപ്തിക്കായി മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. खुदा ताला നാം मांगने ഉയർച്ച താഴ്ചകളിലും और गैर ഞെരുക്കത്തിലും जारी का अहद എളുപ്പത്തിലും അള്ളാഹുവിനോട് തന്നെ സഹായം തേടുമെന്നും अपने अहद അള്ളാഹുവിന് പുറമെയുള്ളവരുടെ നേർക്ക് തിരികെയില്ലെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. के मजमून को समझने की जरूरत നാം ഈ വാഗ്ദാനം പൂർത്തിയാക്കാൻ എത്രമാത്രം ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം. हमने आला मराज हासिल करने वाले मोमिनीन की तरह अल्लाह ताला की മുങ്ങിക്കൊണ്ടിരിക്കുന്ന നിരീക്ഷണ പോലെയല്ല നാം അള്ളാഹുവിനെ വിളിക്കേണ്ടത്. का इदराक हासिल करके ഉന്നത പദവികൾ നേടുന്ന മുഅ്മിനീങ്ങളെ പോലെ जिसका दावा है അള്ളാഹുവിനോടുള്ള ആരാധനയും സഹായം ചോദിക്കലും നന്നായി ഗ്രഹിച്ച് അവ പ്രാവർത്തികമാക്കണം. और हमारा നമ്മുടെ എല്ലാ കഴിവും मुकम्मल എല്ലാ ശക്തികളും खुदा ताला എല്ലാ സഹായവും के सामने അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുമ്പോഴാണ്. हमें जायजा लेना चाहिए നാം ഇതിനായി എന്താണ് ചെയ്യേണ്ടതെന്നും हमने इसके लिए എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും और क्या कर रहे हैं നാം എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. और हमारी खुदा ताला നമ്മുടെ ആരാധനയുടെയും का ദൈവസഹായം തേടലിന്റെയും പദവി जो खुदा ताला के बताए हुए मयार के मुताबिक അള്ളാഹു പറഞ്ഞ അളവിലുള്ളത് തന്നെയാണോ, रोजाना 32 मरतबा फर्ज नमाजों में तोते की तरह അല്ലെങ്കിൽ ദിവസവും 32 തവണ നമസ്കാരത്തിൽ തത്തയെപ്പോലെ ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ ഉരുവിട്ട് പണി തീർക്കലാണോ कि हम कमजोर हैं എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ताकतवर है നാം എപ്പോഴും ഓർക്കണം, पास നാം ബലഹീനരാണ്. के लिए നമ്മുടെ ശത്രു ശക്തനും. ताकत है ശത്രുവിനെ നേരിടാൻ നമ്മുടെ അടുക്കൽ ഭൗതികമായ ഒരു ശക്തിയോ ഒരു സാമഗ്രിയോ മാർഗമോ इसके अलावा ഇല്ല. कोई चारा नहीं അള്ളാഹു താലയുടെ മുമ്പിൽ झुक जाए കുനിയലല്ലാതെ और നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. की रूह को समझते हुए खुदा ताला के ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ എന്നതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ കൂട്ടരായി മാറുക. ഇന്ന് ലോകത്ത് रास्ते में मुश्किलात खड़ी की जा रही हैं ശൈത്താനിക ആക്രമണം അതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ്. हमारी दुश्मनी എല്ലായിടത്തും कि हम നമ്മുടെ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. मान और गैर കാലത്തിന്റെ ഇമാമിനെ കൈക്കൊണ്ടതിനാൽ മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്നവരും तो जो अपनी तरफ ശത്രുതയിൽ മുന്നേറുകയാണ്. മറ്റുള്ളവരും ഇതിൽ വർദ്ധിക്കുകയാണ്. और इस हसद की एक हल्की सी അതിന്റെ കാരണം गुज़श्ता ജമാഅത്ത് ലോകശ്രദ്ധ ആകർഷിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. मीडिया ഇതിന്റെ ചെറിയൊരു റിഫ്ലക്ഷൻ में भी नजर आती കുറച്ചു ദിവസം മുമ്പ് ജർമ്മനിയിൽ മീഡിയയുടെ ജമാഅത്തിനോടുള്ള എതിർപ്പിലും നമുക്ക് കാണാവുന്നതാണ്. और मुखालफत की आगे हैं തീർച്ചയായും ഈ വെറുപ്പും വിദ്വേഷവും കാരണം इंशाल्लाह അവർ സ്വന്തം അഗ്നിയിൽ തന്നെ എരിഞ്ഞു പോകും ഇൻഷാ അല്ലാഹ്. को अदा करना नहीं भूलना चाहिए അതേസമയം നാം നമ്മുടെ കടമ പൂർത്തിയാക്കാൻ മറക്കരുത്. അള്ളാഹുവിന്റെ ആരാധനയിൽ നിന്നും मदद के तलब करने से कभी हमें गाफिल नहीं होना चाहिए അവനോട് സഹായം തേടുന്നതിൽ നിന്നും നാം ഒരിക്കലും പിന്നോട്ട് മാറുന്നവരായി മാറരുത്. ताकत नहीं रखता എന്തെന്നാൽ और ये ताकत ഇതുകൂടാതെ നാം ശത്രുക്കളെ നേരിടാനുള്ള ശക്തിയില്ലാത്തവരാണ്. मुकाबला नहीं कर सकती ഈ ശക്തിയാകട്ടെ എത്രമാത്രം വലുതാണെന്നാൽ ഒരു ലൗകിക ശക്തിക്കും ഇതിനെ നേരിടാൻ പ്രാപ്തമല്ല. यदि खड़ा हो जाता है എപ്പോഴും ഓർക്കണം, कामयाब എപ്പോൾ അള്ളാഹു താല ഒരാളുടെ സഹായത്തിനായി നിൽക്കുന്നുവോ അപ്പോൾ അയാൾ വിജയിക്കുന്നു. क्योंकि खुदा ताला ഒരു ദുനിയാവി ശക്തിക്കും അയാളെ തടയാൻ കഴിയില്ല. और उसकी ताकतें അള്ളാഹുവിന്റെ സഹായം വളരെ വിശാലമാണ്. ना अल्लाह ताला അവന്റെ ശക്തികൾ അക്ഷയമാണ്. ना उसकी सिफात मौजूद है അള്ളാഹുവിന്റെ സത്ത उसके आगे അപരിമിതമാണ്. झुकना हर अहमदी काम അവന്റെ ഗുണങ്ങൾക്കും പരിധിയില്ല. मदद चाहना ही हर അവന്റെ മുന്നിൽ കുനിയേണ്ടത് ഓരോ അഹമ്മദിയുടെയും കടമയാണ്. हिंदुस्तान के अहमदियों അവനോട് സഹായം തേടൽ മാത്രമാണ് ഓരോ അഹമ്മദിയുടെയും ജോലി. ഇത് വളരെ പ്രശ്നങ്ങൾ നേരിടുന്നവരായ പാകിസ്ഥാനിലെ അഹമ്മദികളുടെ മാത്രം പണിയല്ല. बल्कि दुनिया के हर അതുപോലെ ചില മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന അഹമ്മദികളുടേത് മാത്രവുമല്ല, മറിച്ച് ലോകത്തെ എല്ലാ രാജ്യത്തും കോണിലും വസിക്കുന്ന उसकी मदद के तालिब
എല്ലാ അഹമ്മദികളുടെയും കടമയാണ്. സ്ഥിരമായ അനുസരണത്തോടെ ദൈവത്തിന്റെ മുമ്പിൽ കുനിയുന്നവരായി മാറുക, അവന്റെ സഹായം തേടുന്നവരാവുക. ജമാഅത്ത് ശക്തമായ ഒരു ബന്ധനത്തിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കേണ്ടതുമാണ്. ഇത് തന്നെയാണ് ജമാഅത്തിന്റെ പ്രത്യേകത. ഇതുകൂടാതെ ജമാഅത്ത് അല്ലാതായി മാറും. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ സഹായം എല്ലായ്പ്പോഴും, എല്ലാ രാജ്യത്തും, എല്ലാ അവസ്ഥകളിലും, എല്ലാ അഹമ്മദികളുടെ മേലെ ഉണ്ടാകും. നമ്മുടെ അവസ്ഥ ഇങ്ങനെയായി തീരുമ്പോൾ ദൈവസഹായത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അത്ഭുതവാഹമായ കാഴ്ച കാണാൻ നമുക്ക് സാധിക്കും. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, അള്ളാഹു താലയ്ക്ക് ആരുടെയും ആശ്രയത്തിന്റെ ആവശ്യമില്ല. അധികമധികമായി തുടരെ ദുആ ചെയ്യുന്നതുവരെ അവൻ ശ്രദ്ധിക്കുകയില്ല. അധികമധികമായി തുടരെ ചെയ്യുന്ന ദുആയാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. ഇതിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടതാണ്, ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. നാം ദുആ ചെയ്യേണ്ടതാണ്. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ അതേതെങ്കിലും സംഘടനയിൽ നിന്നായാലും ഭരണകൂടങ്ങളിൽ നിന്നായാലും അസൂയാലുക്കൾ സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായാലും ശരി, അതിനുവേണ്ടി മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയാലും ശരി, മറ്റേതെങ്കിലും വിധേന നമ്മെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചാലും ശരി, അല്ലെങ്കിൽ ജമാഅത്തിനെ കരിവാരി തേക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവർ, ഇവർക്കെല്ലാം എതിരിൽ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നാം മറ്റാരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നവരല്ല, പ്രതീക്ഷിക്കാനും കഴിയില്ല. ദുആ ചെയ്യുക. നമ്മുടെ കുറവുകൾ അള്ളാഹുവിന്റെ സഹായത്തെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നമ്മോട് കരുണ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരുമാറാകട്ടെ. അവന്റെ അനിഷ്ടം സമ്പാദിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ മാറ്റിക്കൊണ്ട് തന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവരിൽ അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈന്റെ ജ്ഞാനം നൽകപ്പെട്ടവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ, അള്ളാഹു ഇയ്യാക നഅ്ബുദു എന്ന അധ്യാപനമാണ് നൽകിയിരിക്കുന്നത്. ഇനി മനുഷ്യന് തന്റെ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുമോ? ദൈവത്തിൽ നിന്ന് അകലാൻ സാധിക്കുമോ? അതുകൊണ്ട് കൂടെ തന്നെ ഇയ്യാക നസ്തഈൻ എന്ന അധ്യാപനം നൽകി. അതായത് ഞാൻ ചെയ്യുന്ന ഈ ഇബാദത്ത് അതെന്റെ കഴിവുകൊണ്ടല്ല, ഇതെന്റെ കഴിവുകൊണ്ടാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതുവരെ, അവന് തൗഫീഖ് നൽകുന്നവരെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഈ യാഥാർത്ഥ്യത്തെയും നാം എപ്പോഴും മുന്നിൽ വെക്കണം. അള്ളാഹു നമുക്ക് ഈ പ്രധാന വിഷയം എപ്പോഴും മുന്നിൽ വെക്കാനുള്ള, അത് മനസ്സിലാക്കാനുമുള്ള, അതിന്റെ മേലെ പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വീണ്ടും ദുആക്കും വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ അവസ്ഥ അതും വളരെ ശീഘ്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അതിനെ ജമാഅത്തിന്റെ പുരോഗതിക്കായിട്ടുള്ള ഒരു മാർഗമാക്കി തീർക്കട്ടെ. നാം അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നവരും അവന്റെ സഹായത്തിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നവരുമായി തീരട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن
الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.